അപ്പോൾ കുറച്ച് നാളുകളായി നമ്മൾ കിഡ്സ് ചാനലിലെ വീഡിയോസൊക്കെ പോയിട്ട് കുറച്ച് സമയക്കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ കറക്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അതുകൊണ്ട് കറക്റ്റായിട്ട് അമ്മമാരെ കീപ്പ് ചെയ്യുക, കുട്ടികളെ കറക്റ്റായിട്ട് തന്നെ വീഡിയോസ് കാണിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു വൊക്കാബുലറി ക്ലാസ്സാണ്. അതായത് നമുക്ക് ഞാൻ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആഴ്ചയിൽ 2 വൊക്കാബുലറി ക്ലാസ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് വൊക്കാബുലറീസ്, ഒരു 5-10 വൊക്കാബുലറീസ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാം. അപ്പോൾ എങ്ങനെ പോയാലും ഒരാഴ്ച 20ഓളം വാക്കുകളുടെ അർത്ഥങ്ങൾ കുട്ടികൾ പഠിക്കണം. ഓക്കെ, വാക്കുകളുടെ അർത്ഥങ്ങളാണ് ആദ്യം പഠിക്കേണ്ടത്. മലയാളം പഠിക്കുമ്പോൾ നമ്മൾ കുട്ടികൾ ആദ്യം പഠിക്കേണ്ടത് എന്താ? വാക്കുകളുടെ അർത്ഥങ്ങളാണല്ലേ. വെള്ളം, കസേര അല്ലെങ്കിൽ ചെയർ, പിന്നെന്തൊക്കെയാണ്? ഡ്രസ്സ് അല്ലേ. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. മൊബൈൽ ഫോൺ അല്ലേ, TV, ബുക്ക് അല്ലേ, പെൻസിൽ, പെൻ, ഇതെല്ലാമാണ് ആദ്യം. വാക്കുകളുടെ അർത്ഥങ്ങളാണ് ആദ്യം പഠിക്കുന്നത്. അതുകൊണ്ട് ഇരിക്കുക എന്ന് പറയുന്നത് കുട്ടികൾ പഠിക്കും. നിൽക്കുക, ഓടുക, ചാടുക, ഇതൊക്കെയാണ് കുട്ടികൾ ആദ്യം പഠിക്കുന്നത് അല്ലേ, വാക്കുകളുടെ അർത്ഥങ്ങൾ. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും. അതുകൊണ്ട് ആഴ്ചയിൽ 20ഓളം വാക്കുകളുടെ അർത്ഥങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 1 മാസം കൊണ്ട് തന്നെ അത്യാവശ്യം 100ൽ കൂടുതൽ വാക്കുകളുടെ അർത്ഥങ്ങൾ നമ്മൾ പഠിക്കും കുട്ടികൾ. പിന്നെ അങ്ങോട്ട് നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ വീഡിയോസും വൊക്കാബുലറി സെഷൻസ് മാത്രം ആദ്യം കാണുക. ഇതിൽ വൊക്കാബുലറി എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിലത്തെ വീഡിയോസ് കറക്റ്റായിട്ട് 1 മാസം കണ്ടതിന് ശേഷം മാത്രം പുതിയ വീഡിയോസിലേക്ക് പോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നീസ്. ഇന്ന് പഠിക്കുന്ന വാക്കാണ് സ്നീസ്. സ്നീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുമ്മുക. നോട്ട് ചെയ്യുക, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ പിക്ചറോട് കൂടിയിട്ട് കാണിക്കുന്നത്. തുമ്മുക, സ്നീസ്, സ്നീസ്. ഓക്കെ, സ്നീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുമ്മുക. സോ സ്നീസ്, തുമ്മുക. ഓക്കെ, ദെൻ കഫ്. കഫ്, ചുമയ്ക്കുക. കഫ്, ചുമയ്ക്കുക. കഫ്, ചുമക്കുക. ഓക്കെ, നെക്സ്റ്റ് സിറ്റ്. സിറ്റ്, ഇരിക്കുക. സിറ്റ്, ഇരിക്കുക. സ്റ്റാൻഡ്. സ്റ്റാൻഡ്, നിൽക്കുക. സ്റ്റാൻഡ്, നിൽക്കുക. സ്റ്റാൻഡ്, നിൽക്കുക. ഗിവ്. ഗിവ്, കൊടുക്കുക. ഗിവ്, കൊടുക്കുക. ഗിവ്, കൊടുക്കുക. ഓക്കെ, ദെൻ ടേക്ക്. ടേക്ക്, എടുക്കുക. ടേക്ക്, എടുക്കുക. ടേക്ക്, എടുക്കുക. വെയിറ്റ്. വെയിറ്റ്, സ്പെല്ലിംഗ് നോട്ട് ചെയ്യുക. WAIT, വെയിറ്റ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക. വെയിറ്റ്, കാത്തിരിക്കുക. ടോക്ക്. ടോക്ക്, സംസാരിക്കുക. 2 പേര് തമ്മിൽ സംസാരിക്കുന്നതിന് നമുക്ക് ടോക്ക് എന്ന് പറയാം. ഡ്രീം. ഡ്രീം, സ്വപ്നം കാണുക. സ്വപ്നം കാണുന്നതിനെ ഡ്രീം എന്ന് പറയാം. DREAM, ഡ്രീം. ഡ്രീം മീൻസ് സ്വപ്നം കാണുക. ഫൈറ്റ്, ഇടികൂടുക. ഇടികൂടുക. ഫൈറ്റ്, FIGHT, ഫൈറ്റ് മീൻസ് ഇടികൂടുക. ഹഗ്. ഹഗ്, കെട്ടിപ്പിടിക്കുക. ഓക്കെ, നിങ്ങളുടെ അമ്മമാർ നിങ്ങളെ കെട്ടിപ്പിടിക്കാറില്ലേ കുഞ്ഞുങ്ങളെ? അതിനൊക്കെ നമുക്ക് ഹഗ് എന്ന് പറയാം. HUG, ഹഗ്. കുളിക്കുക. ബാത്ത്. കുളിക്കുക. ബാത്ത്. കുളിക്കുക. ബാത്ത്. ഓക്കെ, മൂത്രമൊഴിക്കുന്നതിന് എന്താ പറയുക? പീ അല്ലേ. PEE, പീ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള വേർബ്സ്. വേർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ അർത്ഥങ്ങളാണ് ഈ ക്ലാസ്സുകൾ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ വൊക്കാബുലറി സെക്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇതുപോലെ സെൻറ്റൻസ് മേക്കിങ്ങിലേക്കൊക്കെ പതിയെ കിടക്കാൻ പറ്റുള്ളൂ. കാരണം കുഞ്ഞു കുട്ടികളാണ്. അതുപോലെ കാണുന്ന അമ്മമാരും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കും ഇംഗ്ലീഷായിട്ട് വലിയ ടച്ച് ഉണ്ടാവില്ല. ചിലപ്പോൾ അങ്ങനെയുള്ളവരാണ് കൂടുതലും എൻ്റെ വീഡിയോസ് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ അങ്ങനെയുള്ള അമ്മമാരുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള വാക്കുകളൊക്കെ ഒന്ന് പഠിക്കുക. എന്നിട്ട് നമുക്ക് പതിയെ കുട്ടികളെ പഠിപ്പിക്കാം കേട്ടോ. ഓക്കെ, സോ താങ്ക് യു. English Bus. Learning Simplified.